ഇറാന്റെ കപ്പൽ മുക്കിയ ഒരു വാർത്തയാണ് പ്രധാനമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ അന്തർവാഹിനി വന്ന് ഇറാന്റെ കപ്പലിന് നേരെ ഒരു ആക്രമണം നടത്തി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ തീർന്നു എന്നാണ്. പക്ഷേ ഇറാന്റെ കയ്യിൽ മിസൈൽ ശേഖരമുണ്ട്. ഇറാൻ GCC രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നു, അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകുന്നു. ഈ വാർത്തയും കേൾക്കുന്നു. എന്തായിരിക്കും സത്യം? ഇപ്പം സിനു കഴിഞ്ഞ ഇന്ന് തൊട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഉൾപ്പെടെ പത്രം പരിശോധിച്ചു കഴിഞ്ഞ കുറേ ദിവസത്തെ പത്രങ്ങൾ, അത് 5ാമത്തെ ദിവസമായി യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു 5ാമത്തെ ദിവസം കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യമേ നമ്മൾ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യുദ്ധം തുടങ്ങി, ഖമേനിയെ കൊന്നു, അതിൻ്റെ അൻസാരികൾ അദ്ദേഹത്തിൻ്റെ വട്ടമുള്ള 10-40 പേരെ കാലപുരിക്ക് അയച്ചു. അപ്പം അതിനുശേഷം ഇറാൻ തിരിച്ചടിക്കുന്നു, GCC രാജ്യങ്ങളെല്ലാം തിരിച്ചടിച്ചു, അല്ലെങ്കിൽ എവിടൊക്കെ ആക്രമണം ഉണ്ടാക്കി, ഇതിനെപ്പറ്റിയെല്ലാം വലിയ വലിപ്പത്തിൽ ഇവിടുത്തെ അടുപ്പൂട്ടി ചർച്ചക്കാരെ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളെ, സംസ്ഥയുടെ മുഖപത്രം, നമ്മളുടെ പിന്നെ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളെ ഒക്കെ കണ്ടല്ലേ, എല്ലാം ഇറാൻ അനുകൂലമായിട്ട് ഇറാൻ തീർക്കും, ഇറാനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അമേരിക്കയെ തീർക്കും എന്നുള്ള രീതിയിലേക്കുള്ള വാർത്ത. പക്ഷേ ഇന്നത്തെ തൊട്ടുള്ള വാർത്തകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, മോങ്ങൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാലസ്തീൻ ഈ യുദ്ധത്തിനകത്ത് പെണ്ണുങ്ങളെയും കൊച്ചുങ്ങളെയും വെച്ചുകൊണ്ടും അല്ലെ അധിനിവേശത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടും ഒക്കെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഇവിടുത്തെ ചില അടുപ്പൂട്ടി ചർച്ചക്കാരും അല്ലെങ്കിൽ ഈ ഇതുവരെ ആഘോഷിച്ചിരുന്ന വാടാ കാണിച്ചു തരാം, ഇറാൻ എന്താണെന്ന് അറിയത്തില്ല, അമേരിക്കയുടെ കാര്യം തീർന്നു, ഇസ്രായേലിൻ്റെ കാര്യം തീർന്നു, GCCയുടെ രാജ്യം തീർന്നു എന്നൊക്കെ പറഞ്ഞെടുത്ത് ഇതെന്തൊരു തോന്നിവാസമാണ്, അധിനിവേശമല്ലേ, മറ്റല്ലേ മറിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇറാനെതിരെ അധിനിവേശം നടന്നോ അല്ലെങ്കിൽ ഇറാനോട് കാണിക്കുന്നത് മര്യാദകേടാണോ ഒക്കെ പരിശോധിക്കും, എല്ലാം പരിശോധിക്കണ്ടേ. ഈ നമ്മൾ വിചാരിച്ചിട്ട് ഇസ്രായേലിനെതിരെ മുമ്പേ സിനുവല്ലേ പറഞ്ഞു 25 കൊല്ലത്തിനകം ഇസ്രായേൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് ക്ലോക്ക് ടവർ അല്ലേ, അതെ എന്നിട്ട് വലിയ ഫ്ലെക്സ് പോലെ എഴുതി വെച്ചേക്കുക, പോസ്റ്റർ എഴുതി വെച്ചേക്കാണ്. അപ്പൊ രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് 25 കൊല്ലത്തിനകം ഇസ്രായേലിനെ തീർക്കും. ഇത് തന്നെയല്ലേ കഴിഞ്ഞ ദിവസം അവിടെ മരിച്ചുപോയ ഈ സൈനിക മേധാവി പറഞ്ഞുകൊണ്ടിരുന്ന 25 കൊല്ലത്തിനകം ഇസ്രായേലിനെ തീർത്ത് കളയുന്നു. ഈ ആണവായുധം ഉണ്ടാക്കുന്നത് ആദ്യം ഇടേണ്ട ആരുടെ തലയ്ക്കാ? ഇസ്രായേലിൻ്റെ തലയ്ക്കല്ലേ. ഇസ്രായേലിനെ തീർക്കാനല്ലേ ഈ രാജ്യം ഏറ്റവും വലിയ എണ്ണ വ്യവസായമുള്ള രാജ്യം, സമ്പന്നമാവേണ്ട ഒരു രാജ്യം, ആ പൈസ മൊത്തം പ്രോക്സികൾക്ക് തന്നെ മുടക്കുന്നത്. ഹമാസിന് 3000 കോടി, ഹിസ്ബുള്ളയ്ക്ക് 3000 കോടി, ഹൂത്തികൾക്ക് 6000 കോടി, ലോകത്തുള്ള പ്രോക്സികളുടെ എല്ലാം പ്രൊമോഷൻ ജനങ്ങൾക്ക് കൊടുക്കാതെ എല്ലാം ബാലിസ്റ്റിക് ശേഖരം, ഏറ്റവും അവസാനം ലോകത്തിൻ്റെ കരാറിൽ ഈ പറയുന്ന ആണവായുധം ഉണ്ടാക്കത്തില്ലെന്ന് ഒപ്പുവെച്ചിട്ട് അത് രഹസ്യമായിട്ട് ഉണ്ടാക്കുന്ന ആരെ തീർക്കാൻ? ആരെ തീർക്കാൻ? നമ്മൾ ഇവിടെ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇറാൻ്റെ കാര്യം പറയുന്ന ആൾക്കാർ, നമ്മുടെ ഈ അല്ലെങ്കിൽ നയതന്ത്രം ചർച്ച ചെയ്യുന്ന ആൾക്കാർ ആലോചിക്കണം, ആരെ തീർക്കാനാ? ഞാൻ ചോദിച്ചോട്ടെ, ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് കരാർ ഒപ്പിടാൻ തുടങ്ങിയപ്പോഴാണല്ലോ ഈ കഴിഞ്ഞ അല്ലെങ്കിൽ യുദ്ധത്തിന് കാരണമായിട്ടുള്ള ഓഗസ്റ്റ് 7 അല്ലേ, ഓഗസ്റ്റ് 7 അവിടുത്തെ കടന്നു കയറിയത്. ബാക്കിയുള്ള GCC രാജ്യങ്ങൾ ഇസ്രായേൽ ഇല്ലാതാവണമെന്നില്ലേ? ബാക്കിയുള്ള GCC രാജ്യങ്ങൾക്ക് ഇവർ പറയുന്ന വികാരം ജൂതനും ഒന്നുമില്ല. അപ്പം ബാക്കിയുള്ള GCC രാജ്യങ്ങൾ, അതായത് മുസ്ലിം രാജ്യങ്ങൾക്ക് ഇല്ലാത്ത ഒരു മതവൈറിയും അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു ലോകത്തിനെ നശിപ്പിക്കുന്ന ചിന്തയും ഇറാൻ ഉണ്ടായിട്ടാണല്ലോ ഇത് നടക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുമ്പോൾ എന്തിനായും ഒരു ഇതുവരെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് ഇറാനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ, റെജീം ചേഞ്ച് വരണം അല്ലേ, റെജീം ചേഞ്ച് പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അവരെ നശിപ്പിക്കാൻ നിൽക്കുക, ലോകത്തെ നശിപ്പിക്കാൻ നിൽക്കുക. അവരെ മാത്രമാണോ? അവരാദ്യത്തത്, രണ്ടാമത്തത് അമേരിക്ക, പിന്നെ ഈ സുന്നി രാജ്യങ്ങളെ മൊത്തം ലക്ഷ്യം വെച്ചിട്ടില്ലേ. ഇപ്പൊ ഈ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിട്ട് 2 വട്ടം അവിടുത്തെ ഏറ്റവും വലിയ ആരാംകോ കമ്പനിക്ക് തീയിടാൻ ശ്രമിച്ചല്ലോ. രണ്ടാമത്തോട്ട് ഇപ്പൊ അക്രമം, അതെ രണ്ടാമത്തോട്ട് നമ്മൾ സംസാരിക്കുന്ന രണ്ടാമത് ആക്രമണം നടത്തുന്നുണ്ട്. ആ എണ്ണപ്പാടം തീയിട്ടാൽ ലോകത്തിന് മൊത്തം നാശമാണോ? അതായത് സൗദി അറേബ്യ എന്ന് പറയുന്ന ആ രാജ്യം നശിച്ചു പോകുമോ? അവിടെ സാമ്പത്തിക സ്രോതസ് അതാണോ? അപ്പൊ ലോകം മൊത്തം നശിപ്പിക്കണം അല്ലെങ്കിൽ സുന്നികളെ നശിപ്പിക്കണം. ബാക്കിയുള്ളത്തോട്ടെല്ലാം ഇട്ട് എന്താ, തുർക്കിക്കകത്ത് ഉൾപ്പെടെ ഉള്ളവ എടുത്ത് ഇവനിട്ടു. അപ്പം GCC രാജ്യങ്ങളോട് സ്നേഹം ഒന്നുമില്ല, മുസ്ലിങ്ങളോട് നശിക്കണം, മുസ്ലിം രാജ്യങ്ങൾ മൊത്തം തീരണം. അപ്പം ആ നിലപാടെടുത്തവരെ എന്ത് ചെയ്യണം? കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചാൽ അറിയാവോ? മോങ്ങലിന് കാരണമുണ്ട്. 300 ഇടത്താണ് മിസൈൽ ലോഞ്ചറുകൾ ഇന്നലെ, ഇവിടെ വർത്തനങ്ങളൊന്നും പറയത്തില്ല, മിസൈൽ ലോഞ്ചറുകളുണ്ടല്ലോ. സാറേ താണ്ടെ മിസൈൽ ഉണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല, മിസൈൽ വെച്ച് വിടാൻ സാധനം വേണം. ലോഞ്ചറുകൾ എടുത്തു കളഞ്ഞു. 200 ആണവ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾ അടിച്ചു കളഞ്ഞു. ആര്? അമേരിക്ക സൈന്യം. ഇത് 300 ചെയ്തേക്കുന്ന ഇസ്രായേൽ. ഇവർ രണ്ടുപേരും അടിച്ചുകൊണ്ടിരിക്കുക. ഇറാൻ ഏതാണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പറയുന്നത് 4 ദിവസം.
അവരുടെ കാര്യം അറിയാമല്ലോ നിങ്ങൾക്ക്. 4 ദിവസം. അതായത് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇവർ പൊട്ടക്കണ്ണം മാവേൽ എറിയുന്ന പോലെ എറിയുമല്ല. മിസൈൽ ശേഖരം എവിടെയാണെന്ന് വെച്ചാൽ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുക, ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇത് തൊടുത്തുവിടാൻ ഡ്രോൺ തൊടുത്തുവിടാനുള്ള ഡ്രോൺ ലോഞ്ചറുകൾ, മിസൈൽ ലോഞ്ചറുകൾ, ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് യുദ്ധം ചെയ്യുന്നു. അതാ തീർന്നു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അത് തീർന്നു പോകും എന്നുള്ള രീതി വന്നു. ഇപ്പൊ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഇറാൻ ഇതുവരെ ഇല്ലായിരുന്നല്ലോ, മെനഞ്ഞാന്ന് വരെ ചർച്ചയില്ലായിരുന്നു. ഇപ്പൊ ഇറാന് ചർച്ച ചെയ്യാം, ഞങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നു. നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ടല്ലേ ചർച്ചയെല്ലാം നടത്തുന്നേ. അമേരിക്കയുടെ കാര്യത്തിൽ അവർക്ക് നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. പെൻസിലെ പിടിച്ചത് എണ്ണയ്ക്ക് വേണ്ടി, ഇറാനെ എണ്ണയ്ക്ക് വേണ്ടി പിടിക്കും, അല്ലെങ്കിൽ എണ്ണ കൊടുക്കുന്ന ചൈനയ്ക്ക് കൊടുക്കുന്നതിനൊക്കെ താല്പര്യക്കുറവുണ്ട്. ഇതൊക്കെ ശരിയാ. പക്ഷെ ഒരു കാര്യം, അവരുടെ ഈ താല്പര്യത്തിനപ്പുറം നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിവാസവും ഈ ലോകത്തിന് അവർക്കും വികസിക്കണ്ട. ലോകത്തൊരു രാജ്യം വികസിക്കാൻ സമ്മതിക്കത്തില്ല. ലോകം മൊത്തം ഇസ്ലാമിക രാജ്യമാകണം, അല്ലെങ്കിൽ ഷിയ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാരകമായ മനുഷ്യൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഭരണഘടന ഉണ്ടാക്കി വെച്ചേക്കുന്നതിനെ അതേ തിട്ടൂരത്തിൽ ലോകം മൊത്തം അംഗീകരിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രാജ്യമല്ലേ രാജ്യം. അതിനുവേണ്ടിയല്ലേ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം അടി കിട്ടി, അല്ലെങ്കിൽ തീരും, ഇറാന്റെ കാര്യം തീരും, അവിടുത്തെ ഭരണാധികാരികൾ എപ്പോഴും കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല അടുത്തവരെയും കാച്ചും. ഇസ്രായേൽ പറഞ്ഞാൽ കാച്ചു, കാച്ചിട്ടുള്ള ചരിത്രമാണല്ലോ തീരും, നമുക്കറിയാം. അതുകൊണ്ട് നമുക്കൊന്ന് വിശ്വസിച്ചാൽ മതിയാവും. ഇസ്രായേൽ സാധാരണ ഇതിൽ വെറും വാക്ക് പറയും. ഇപ്പൊ ട്രംപ് പറയുമ്പോൾ പലപ്പോഴും അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്തൊക്കെ പറയാം. പക്ഷെ അങ്ങനെയല്ല. ഇസ്രായേൽ അല്ലെങ്കിൽ മൊസാദ് ഒരു ഓപ്പറേഷൻ നടത്തി അത് സക്സസ് ആയെങ്കിൽ മാത്രമേ അത് പറയത്തുള്ളൂ. ഇപ്പൊ യാഹിയ സിൻവറിനെ കൊന്നതിന് ശേഷമാണ് മൊസാദ് പറഞ്ഞ് ഞങ്ങൾ യാഹിയ സിൻവറിനെ തട്ടി, അതിനുശേഷം അടുത്ത ഓപ്പറേഷൻ ഞങ്ങൾ ഇങ്ങനെ നടത്തി എന്ന് പറയുന്ന പോലെ ബെഞ്ചമിൻ നെതന്യാഹു ഞങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത്രയും കോൺഫിഡൻസ് ഉണ്ട്. കാരണം മൊസാദ് പോലുള്ള ഒരു ചാരസംഘടന അവരുടെ കൈവശം ഉള്ളിടത്തോളം കാലം അവർക്ക് ലോകത്തെ എവിടെ വേണമെങ്കിലും എന്ത് നടപ്പാക്കാനുള്ള ആർജവമുണ്ട്. അമേരിക്കയുടെ സൈനിക സഹായമുണ്ട്, സാമ്പത്തിക സഹായമുണ്ട്, പിന്നെ ഇസ്രായേലിന് ചെയ്താൽ പോരെ. അപ്പോൾ ഇസ്രായേൽ ചെയ്യും എന്നൊരു കാര്യം മുൻകൂട്ടി പറഞ്ഞാൽ ഇറാൻ പേടിക്കുക തന്നെ വേണം. പേടിക്കാനാണ്. ഇതിനകത്ത് നമ്മളീ പറയുമ്പോൾ ഖമേനി കൊമ്പനാനയോ അല്ലെങ്കിൽ അയാൾക്ക് തുമ്പിക്കൈയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ കുറേ ആൾക്കാർ സംസാരിച്ചപ്പം ഇത്രയും നാളുകൾ ജീവിച്ചിരുന്നത് ഈ പറയുന്ന പോലെ ഇവിടെ കനുവ് കൊണ്ടാ. എന്താണെന്നറിയോ, ഇപ്പൊ കൊല്ലണ്ടെന്ന് തീരുമാനം ബൈഡൻ പറഞ്ഞു. അവർ ഇതുപോലെ സ്കെച്ച് ചെയ്ത് വെച്ചിട്ട് ബൈഡന്റെ അടുത്ത് അന്ന് ചോദിച്ചാൽ യുദ്ധസമയത്ത് തോർത്തേക്കട്ടെ, അയാൾക്ക് ധൈര്യക്കുറവുണ്ടായിരുന്നു, ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ലോകം മൊത്തം പൊട്ടി. പിന്നെ ട്രംപിനൊരു കാര്യമുണ്ട്, അങ്ങനത്തെ കാര്യമൊന്നുമില്ല, വീണ്ടും അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലല്ലോ, വരുന്ന വഴിക്കെന്നുള്ള. ട്രംപിന്റെ അടുത്ത് ചോദിച്ചു, ട്രംപ് പറഞ്ഞു ഇതുപോലെ തന്നെ മറ്റേ കാര്യം പറഞ്ഞേക്കുന്നേ. അവരിത് സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം സിനു പറഞ്ഞ പോലെ അവരിതിനകത്ത് ഇറങ്ങി നിൽക്കുക. കാരണം ഇത് നമ്മളാരും ചെയ്യുന്നത് പോലെ ഇവിടുത്തുകാർ ആരെങ്കിലും സമയത്ത് പറമ്പ് അനുവദിക്കുന്ന ഒരു പഴഞ്ചലുണ്ടല്ലോ, സമയത്ത് അന്ന് പറഞ്ഞ പോലെ അല്ല. അവരെത്രയോ കാലം കൊണ്ട് നമ്മൾ ഈ ഹിസ്ബുള്ളയുടെ കയ്യിൽ ഇരുന്ന പേജർ പൊട്ടിത്തെറിച്ച് എത്ര കൊല്ലം മുമ്പുള്ള ഓപ്പറേഷനാണ്, കാലം കൊണ്ടുള്ള ഓപ്പറേഷനാണ്. ഇവന്റെ കയ്യിൽ ഈ പേജർ ഇവന് വരുമെന്ന് ഇത് ഉപയോഗിക്കും, ഇതുപോലെ അവരുടെ പ്ലാനിങ് മൊത്തം. കാരണം ഇവര് പറയുന്ന ഇതിനകത്ത് ഇവരുടെ ചാരസംഘടന ഇറങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. ഇതിനകത്തെ പട്ടാളക്കാരുൾപ്പെടെ ഇതിന്റെ വട്ടം കാവൽ നിൽക്കുന്നവരുൾപ്പെടെ അവർ വിചാരിക്കുന്നത് ഈ ചാരപ്രവൃത്തി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളും അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്കും അറിയാൻ വയ്യത്തവർക്കിടെയൊക്കെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇസ്രായേലിന് വന്നിട്ട് അവിടുത്തെ പോലീസ് വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഒളിച്ചുമ്പോൾ അതൊക്കെ നടക്കുവാന്നല്ല. ഇവർ നിൽക്കുന്ന കൂടെ നിൽക്കുന്നവരൊക്കെ അവരുടെ ആളായിരിക്കും. അവർ അറിയുന്ന വിവരങ്ങൾ അങ്ങനെ കൊടുക്കുക. അതാണല്ലോ ചാരപ്രവൃത്തി. ഇതിൽ പണി ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ ഇപ്പം പണി പാളിയെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പൊ സഹതാകമായി, പെണ്ണായി, കുഞ്ഞായി, മോങ്ങലായി, കടന്നുകയറ്റമായി, ഇതിനൊക്കെ ഞാൻ പറഞ്ഞതാ. അപ്പൊ ഇനിയും മോങ്ങാനേ നിവർത്തിയുള്ളൂ. ഏതായാലും ഇന്നലെ സെനറ്റിൽ അവർക്ക് അംഗീകാരം, ഇയാൾക്കൊരു പേടിയുണ്ട്, സെനറ്റിന്റെ അംഗീകാരം കിട്ടും. സെനറ്റിന് ട്രംപിന്റെ അടുത്ത് സെനറ്റ് പറഞ്ഞ് യുദ്ധം ചെയ്തോളാൻ പറഞ്ഞു. ഇസ്രായേൽ പിന്നെ ഏത് സെനറ്റാ നടപ്പാക്കുക? ആര് പറഞ്ഞാലും ഇപ്പൊ നിർത്തത്തില്ല. ഉച്ചത്തിൽ കേൾക്കും. ഇവിടെ നമ്മളിപ്പം ആദ്യമേ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം പറഞ്ഞവർ അയ്യോ ഇതൊക്കെ ശരിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇതാണ് അതിൻ്റെ നിജസ്ഥിതി. ന്യായവും അന്യായവും കണ്ട് തീരുമാനിച്ച് കാര്യങ്ങൾ വിലയിരുത്തുക. അതിനകത്ത് വേറെ പക്ഷം പാടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.